എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ തല മുതൽ കാൽ വരെ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമായ ബുർഗയും കണ്ണുകൾക്ക് ചുറ്റും ഇടമുള്ള മുഴുവൻ മുഖവും കാണുന്ന ഇസ്ലാമിക മൂടുപടമായ നിക്കാബും പോലുള്ള വസ്ത്രങ്ങൾ മിക്ക പൊതുസ്ഥലങ്ങളിലും ധരിക്കുന്നതിന് നിരോധനം ബാധകമാവുകയാണ്. പൊതു ഇടങ്ങളിൽ ബുർഗ അടക്കം മുഖം മൂടുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കുമായി പോർച്ചുഗൽ വന്നിരിക്കുകയാണ്. ലിംഗപരമോ മതപരമോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലത്ത് മുഖം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാണ് വിലക്ക്. ഇത്തരത്തിലുള്ള വസ്ത്രധാരണവുമായി എത്തുന്നവരിൽ നിന്ന് വൻതുക പിഴ ഈടാക്കാനും നിർദ്ദേശിക്കുന്ന നിയമത്തിനാണ് പോർച്ചുഗൽ പാർലമെന്റ് അംഗീകാരം നൽകിയിട്ടുള്ളത്. തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ചെഗയാണ് ഈ ബിൽ പാർലമെന്റിൽ നിർദ്ദേശിച്ചത്. സ്ത്രീകളുടെ തല മുതൽ കാൽ വരെ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമായ ബുർഗയും കണ്ണുകൾക്ക് ചുറ്റും ഇടമുള്ള മുഴുവൻ മുഖവും കാണുന്ന ഇസ്ലാമിക മൂടപടമായ നിക്കാബും പോലുള്ള വസ്ത്രങ്ങൾ മിക്ക പൊതുസ്ഥലങ്ങളിലും ധരിക്കുന്നതിന് നിരോധനം ബാധകമാകും. വിമാനങ്ങളിലും നയതന്ത്ര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും മുഖംമൂടി ധരിക്കുന്നത് അനുവദനീയമായിരിക്കും. പൊതുസ്ഥലങ്ങളിൽ മുഖംമൂടി ധരിക്കുന്നവർക്ക് 4000 യൂറോ $4,11,588 രൂപ വരെ പിഴ ചുമത്താൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റെബേലോ ഡി സൂസ ബില്ലിന് അംഗീകാരം നൽകിയതോടെ ബില്ല് വീറ്റോ ചെയ്യാനോ ഭരണഘടനാ കോടതിയോ പുനഃപരിശോധിക്ക് അയക്കാനുള്ള അധികാരം പ്രസിഡന്റാണ് ഉള്ളത്. പോർച്ചുഗൽ പ്രസിഡന്റ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചാൽ ശിരോവസ്ത്രം പൂർണ്ണമായോ ഭാഗികമായോ നിരോധിച്ചിരിക്കുന്ന ഓസ്ട്രിയ, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പോർച്ചുഗലും എത്തും. പോർച്ചുഗലിൽ മൂടുപടങ്ങൾ ധരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ്. എന്നാൽ ഇസ്ലാമിക ശിരോവസ്ത്രങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടേതുപോലെയുള്ള വിവാദങ്ങൾ പോർച്ചുഗലിലും സൃഷ്ടിച്ചിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ സാധാരണയായി ധരിക്കുന്ന ശിരോവസ്ത്രങ്ങൾ നിരോധിക്കുന്നതിന് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നൽകിയ ന്യായീകരണങ്ങളാണ് ചെഗയും മുന്നോട്ട് വയ്ക്കുന്നത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ചെഗ മുന്നോട്ട് വെച്ച ബില്ലിന് മധ്യ വലതുപക്ഷ പാർട്ടികളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ മുഖം മറയ്ക്കുന്നത് വ്യക്തികളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ അപകർഷതാബോധത്തിലേക്കും ഒഴിവാക്കലിന്റെയുമുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് ചെഗ പാർട്ടി വിശദമാക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, മാനുഷിക അന്തസ്സ് തുടങ്ങിയ തത്വങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നില്ലെന്നും ചെഗ ബില്ലിൽ വിശദീകരിക്കുന്നു. ബില്ലിന് ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണച്ചില്ല. വ്യത്യസ്ത വിശ്വാസ രീതികൾ പിന്തുടരുന്ന വിശ്വാസികളെ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പ്രതികരിച്ചത്. ഒരു സ്ത്രീയും ശിരോവസ്ത്രം മറ്റാരുടെയും നിർബന്ധം മൂലമല്ല ധരിക്കുന്നതെന്നും ഇടതുപക്ഷ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. സ്വീഡൻ ഉപപ്രധാനമന്ത്രി ബുർഗ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ആഴ്ചയിൽ തന്നെയാണ് പോർച്ചുഗലിന്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനി പോർച്ചുഗലിൽ പോകുന്നവർ ഈ രീതിയിലുള്ള നിയമമാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.